നമസ്കാരം, എൻ്റെ പേര് പി എസ് ശൈലജ. ഞാനൊരു വിഷ്വൽ ആർട്ടിസ്റ്റാണ്. നീഫെസ്റ്റിനെ കുറിച്ച് പറയുമ്പം കേരളത്തിൻ്റെ ദൃശ്യകലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കലാസാംസ്കാരിക കൂട്ടായ്മയാണ് നിറച്ചാർത്ത്. എങ്കക്കാട് എന്ന പ്രദേശത്തെ കലാസ്നേഹികളായിട്ടുള്ള മനുഷ്യരും നിറച്ചാർത്ത് കലാകാര കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിക്കുന്ന അവരുടെ ഒരു ആർട്ട് ഫെസ്റ്റിവലാണ് നീഫെസ്റ്റ്. 2026 നീഫെസ്റ്റ് ജനുവരി 7 മുതൽ 11 വരെ എങ്കക്കാട് ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെടുന്ന കലാകാരർ എങ്കക്കാടേക്ക് വരികയും ഏകദേശം ഒരാഴ്ചയോളം എങ്കക്കാട് അവിടുത്തെ മനുഷ്യരോടൊപ്പം അവരുടെ വീടുകളിൽ താമസിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്യുകയാണ് ഈ നീഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട്. ക്ഷണിക്കപ്പെടുന്ന കലാകാരരെ കൂടാതെ ആ പ്രദേശത്തെ കലാകാരരും വിദ്യാർത്ഥികളും ഒക്കെ നീഫെസ്റ്റ് ക്യാമ്പുകളുടെ ഭാഗമാവാറുണ്ട്. കേരളത്തിലെ പല മറ്റ് കലാരൂപങ്ങളും ഈ നീഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് എങ്കക്കാട് സംഘടിപ്പിക്കപ്പെടുന്നുമുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ നീഫെസ്റ്റിൻ്റെ ഭാഗമായി ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടുള്ളൊരു കലാകാരിയാണ്. വളരെ വേറിട്ടൊരു അനുഭവമായിരുന്നു. ഒരു പ്രദേശത്ത് താമസിക്കുകയും അവിടുത്തെ മനുഷ്യരിൽ അവരിലൊരാളായി അവരുടെ വീടുകളിൽ അവർ നമ്മളെ സ്വീകരിക്കുകയും അതിൻ്റെ ഭാഗമായി തന്നെ നമ്മളവിടെ നിൽക്കുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് വളരെ ക്രിയാത്മകമായിട്ടുള്ള കലാ ഇടപെടലുകൾ എങ്കക്കാട് നിറച്ചാർത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറയിൽ ഒരുപാട് കലാവിദ്യാർത്ഥികളും യങ്ങായിട്ടുള്ള കലാകാരരും എങ്കക്കാട് ദൃശ്യകലയ്ക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. ഒരു കലാകാരി എന്ന രീതിയിൽ എനിക്ക് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പുതുതലമുറയിലെ ഒരുപാട് മനുഷ്യർ, ഒരുപാട് കലാകാരർ ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരികമായ ഇടപെടലുകളുടെ ഭാഗമായി തന്നെ സീരിയസ് ആയിട്ട് കലയിലേക്ക് വരികയും അവരുടെ പ്രാക്ടീസ് തുടരുകയൊക്കെ ചെയ്യുന്നത്. നീഫെസ്റ്റ് ഇത് 10ാം വാർഷികം ആഘോഷിക്കുകയാണ്. നീഫെസ്റ്റിനും നിറച്ചാർത്ത് കലാകാര കൂട്ടായ്മയ്ക്കും എങ്കക്കാടിനും എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. നന്ദി.